PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിയുടെ സിലബസും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, പ്രീ പ്രൈമറിയുടെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ ഏകദേശം ഷോർട്ട് ലിസ്റ്റൊക്കെ വരാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് പ്രീ പ്രൈമറിയുടെ വന്നു കഴിഞ്ഞു. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു പ്രീ പ്രൈമറി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ പ്രീ പ്രൈമറിയുടെ സിലബസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ല കേട്ടോ. അപ്പോൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി 2024 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതേ പ്രീ പ്രൈമറിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. അതായത് 30/10/2024 പ്രീ പ്രൈമറിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 30/10/2024 അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത് 4/12/2024. കാറ്റഗറി നമ്പർ 383/2024. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണും, കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കാറ്റഗറി നമ്പർ 383/2024 അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വരിക. ആർക്കൊക്കെയാണ് പ്രീ പ്രൈമറിയുടെ ക്ലാസ്സുകൾ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന എഡ്യൂക്കേഷനാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് പ്രീ പ്രൈമറി ടീച്ചറാണ്. സാലറി ഓഫ് പേ 35 മുതൽ 75 വരെയാണ് സാലറീസ് പേ വരുന്നത്. അത് ഏറ്റവും വലിയ അട്രാക്ഷൻ ഇത് സാലറി പാക്കേജ് തന്നെയാണ്. കാരണം പ്രീ പ്രൈമറി ആണെങ്കിൽ പോലും നല്ല ഒരു സാലറി പാക്കേജ് ഉള്ളൊരു പോസ്റ്റ് കൂടിയാണ് കേട്ടോ ഈ പ്രീ പ്രൈമറി. അതുപോലെ സിലബസ് ആയാലും നമുക്ക് പഠിച്ച് എത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു പുതിയ സിലബസാണ് വന്നേക്കുന്നത്. ആ പുതിയ സിലബസ് പ്രകാരം പഠിച്ചെത്താൻ പറ്റുന്നൊരു സിലബസാണ്. ഈ കഴിഞ്ഞ പരീക്ഷ ചോദ്യപേപ്പറൊക്കെ എടുത്തു നോക്കിയാൽ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടും സിലബസിനോട് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ കഴിഞ്ഞ പ്രീ പ്രൈമറിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിലബസിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. ഇത് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ഉള്ളൊരു പോസ്റ്റ് കൂടിയാണെന്നും കൂടെ ഓർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആർക്കെങ്കിലൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതിന് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രീ പ്രൈമറി പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി. ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, ആർക്കൊക്കെയാണ് ക്ലാസ് വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയ സിലബസിനെ പരിചയപ്പെടാം. വിദ്യാഭ്യാസ സാമൂഹ്യ ദാർശനിക അടിത്തറയാണ്. 10 മാർക്കാണ് വരുന്നത്. ഇതിൽ ശിശു വിദ്യാഭ്യാസം, അർത്ഥവും വ്യാപ്തിയും, സാമൂഹ്യ ദാർശനിക സംസ്കൃത രാഷ്ട്രീയ ഘടകങ്ങൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസ ദർശനങ്ങൾ, അതുപോലെ തന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം, പ്രീ സ്കൂൾ വിദ്യാലയം, തുല്യത, ഉൾപ്പെടുത്തൽ എന്നിവയൊക്കെ പരിഗണിക്കൽ. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. യൂണിറ്റ് 1 10 മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു മേഖലയിൽ നിന്നായിരിക്കും വരുന്നത്. ഇനി യൂണിറ്റ് 2 പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, വിവിധ ഏജൻസികൾ. അപ്പോൾ ഏജൻസികളുടെ ആ ഒരു ഇതിനകത്തുനിന്നും 10 മാർക്ക് തന്നെയാണ് വരുന്നത്. ഇതിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ ഏജൻസികൾ, വിദ്യാഭ്യാസ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രീ സ്കൂൾ ചുമതലകളും, ദേശീയ അന്തർദേശീയ സംസ്ഥാന തലങ്ങളിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ. അപ്പോൾ ഇത്രയും അടങ്ങുന്നതാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. യൂണിറ്റ് 2നും 10 മാർക്ക് തന്നെയാണ് വരുന്നത്. ഇനി യൂണിറ്റ് 3 കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവുമാണ് യൂണിറ്റ് 3 വരുന്നത്. അതിൽ ആരോഗ്യം, അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യം, മാനസിക ആരോഗ്യം, സാമൂഹിക ആരോഗ്യം, ശിശുക്കളുടെ മാനസിക ആരോഗ്യം, എന്താണ് മാനസികാരോഗ്യം, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, മാനസികാരോഗ്യ പരിപാലനം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അവ പരിഹരിക്കാനുള്ള വഴികൾ, അതുപോലെ കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതുപോലെ ആരോഗ്യപരമായ പരിസരം, വീടും പരിസരവും, പ്രീ സ്കൂളും പരിസരവും, ആരോഗ്യവും കായിക പഠനവും, കായിക പ്രവർത്തനങ്ങൾ, കളികൾ, വിശ്രമം, ഉറക്കം, ആവശ്യകത, ശാസ്ത്രീയമായ കാരണങ്ങൾ, കുട്ടികളുടെ ആരോഗ്യനില, നിരീക്ഷണം, രേഖപ്പെടുത്തൽ, അമ്മയുടെ ആരോഗ്യം, കൗമാരപ്രായത്തിലെ കുട്ടികളുടെ ആരോഗ്യം, വിവാഹപ്രായം,
ഗർഭധാരണ പ്രായം, ബന്ധുവിവാഹം, ഗർഭകാല സംരക്ഷണം, പ്രസവ സമയ പരിചരണം, മുലയൂട്ടൽ, കുഞ്ഞുങ്ങളുടെ തമ്മിലുള്ള ഇടവേള, ജനനസമയത്തെ കുഞ്ഞുങ്ങളുടെ ഭാരക്കുറവ്. ഇതൊക്കെയാണ് അധ്യായം 3 വരുന്നത്. അധ്യായം 3 എത്ര മാർക്ക് തന്നെയാണ്? 10 മാർക്ക് തന്നെയാണ്. ഇനി അടുത്തതാണ് അധ്യായം 4 ശിശുവികസനവും മനഃശാസ്ത്രവും. 12 മാർക്കാണ് വരുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വ്യത്യസ്ത സമീപനങ്ങൾ, ചേഷ്ടാവാദം, അതുപോലെ തന്നെ കുറേ മാനവികതവാദം. നമ്മൾ LP UP സ്കൂൾ അസിസ്റ്റൻറ്റ് പഠിക്കുന്ന അതേ ടോപ്പിക്കുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, അതൊക്കെയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. പിന്നെ മനഃശാസ്ത്ര രീതികൾ, നിരീക്ഷണം, അഭിമുഖം, പരീക്ഷണം രീതി, കേസ് സ്റ്റഡി, ക്രിയാ ഗവേഷണം, ഇതൊക്കെ ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. LP സ്കൂൾ UP സ്കൂൾ സിലബസിൽ ഉള്ള കാര്യങ്ങളാണ്. ഇനി പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രാകൃതം, വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ശിശു വികസന മേഖലയുടെ മനഃശാസ്ത്ര അടിത്തറ. ഇനി വ്യക്തിത്വമാണ് വരുന്നത്. വ്യക്തിത്വം, സങ്കല്പം, വ്യത്യസ്ത സമീപനങ്ങൾ, വ്യക്തിത്വം, വ്യക്തിവ്യത്യാസം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പഠനം, പഠനത്തെ സംബന്ധിച്ച വ്യത്യസ്ത സമീപനങ്ങൾ, അനുബന്ധനം, ഉൾക്കാഴ്ച സിദ്ധാന്തം, ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതി സിദ്ധാന്തം, മാനവിക വ്യക്തിത്വ സിദ്ധാന്തം, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി ബുദ്ധിയെക്കുറിച്ചുള്ള ധാരണ, ബുദ്ധിസങ്കല്പത്തിൽ വന്ന മാറ്റങ്ങൾ, ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, സാംസ്കാരിക ബുദ്ധി, ശിശു വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ജൈവശാസ്ത്രപരമായ ഘടകങ്ങൾ, പരിസ്ഥിതി ഘടകങ്ങൾ, കുട്ടികളുടെ വൈകാരിക സാമൂഹികമായ വികസനം. ഇതൊക്കെ എവിടെ വരുന്ന കാര്യങ്ങളാണ്? ഇതൊക്കെ LP UP സ്കൂൾ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ LP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന DED ഒക്കെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്തേക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഒരു 12 മാർക്കിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ LP UP സിലബസിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഈ ഒരു 12 മാർക്കിൻ്റെ ഈ ഒരു സിലബസിൽ പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തത് പ്രീ സ്കൂളിലെ പുതിയ സമീപനങ്ങൾ. മാർക്ക് 12 ആണ്. അതിൽ അധ്യായം 5 ആണ് വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020, ദേശീയ പാഠ്യചട്ടക്കൂട് ഫൗണ്ടേഷൻ സ്റ്റേജ് 2022, നിപുൺ ഭാരത് മാർഗനിർദ്ദേശങ്ങൾ, വിദ്യാപ്രവേശ്, യുനെസ്കോ സുസ്ഥിര വികസനം 2030, നാഷണൽ കൗൺസിലിംഗ് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മാർഗരേഖ 2014, കേരള സ്കൂൾ പാഠ്യചട്ടക്കൂട് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം 2023, സമഗ്ര ശിക്ഷ കേരളയുടെ പ്രീ സ്കൂൾ രംഗത്തെ പ്രവർത്തനങ്ങൾ, ദേശീയ വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസിദ്ധീകരിച്ച പാഠ്യപദ്ധതി 2024, നവചേതന, ആധാർശില തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളിൽ വരുന്നത്. ഇവിടെ മാർക്ക് 12 ആണ്. ഇതും LP സ്കൂൾ അസിസ്റ്റൻറ്റ് സിലബസിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തും പരാമർശിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ഉണ്ടാകുന്നില്ല. കാരണം LP സ്കൂൾ അത്യാവശ്യം സൈക്കോളജി ഒക്കെ നോക്കിപ്പോയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ടോപ്പിക്കുകൾ വളരെ സിമിലർ ആയിരിക്കും. LP സ്കൂൾ അസിസ്റ്റൻറ്റ് സിലബസിലുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. ഇനി അടുത്തത് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളുമാണ്. 16 മാർക്കാണ് ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന. അധ്യായം 6 ആണ്. കുട്ടികൾക്കായി നൽകുന്ന പ്രവർത്തനങ്ങളുടെ സവിശേഷതകൾ, കുട്ടികളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും, പ്രീ സ്കൂൾ പഠന പ്രവർത്തനങ്ങൾ, ഉദ്ഗ്രഥ സമീപനത്തിൻ്റെ പ്രസക്തി, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം, പാഠ്യപദ്ധതി ഉദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും, തമ്മിലുള്ള ബന്ധം, വൈവിധ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ വൈവിധ്യം, ആവശ്യകത, കളികൾ, കഥകൾ, പാട്ടുകൾ, അഭിനയം, ശാസ്ത്ര പരീക്ഷണങ്ങൾ, സ്വതന്ത്ര സംഭാഷണം, നിർമ്മാണം, ശേഖരിക്കൽ, പ്രകൃതി നടത്തം, പാവകളി, നിറം കൊടുക്കൽ, ചിത്രം വരയ്ക്കൽ, നാടകാവിഷ്കരണം, ചമഞ്ഞുകളി പ്രവർത്തനങ്ങളുടെ സവിശേഷത, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും പ്രീ പ്രൈമറി പഠനവും, വിവരസാങ്കേതിക വിദ്യയും പ്രീ പ്രൈമറി പഠനവും, പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളുടെ പ്രധാന പ്രസക്തിയും, പ്രീ സ്കൂൾ കുട്ടികൾക്ക് ഇണങ്ങിയ ബാലസാഹിത്യ പ്രസക്തി, പ്രാധാന്യം, ഉപയോഗം എങ്ങനെ, പിന്നെ പ്രീ സ്കൂൾ ടീച്ചറുടെ പ്രവർത്തന ആസൂത്രണം, ടീച്ചിങ് മാനുവൽ, വിവിധ തരത്തിലുള്ള ആസൂത്രണങ്ങൾ, വാർഷിക, പ്രതിമാസ, പ്രതിദിന ആസൂത്രണ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു 6ാം ഘട്ടത്തിൽ വരുന്നത്. ഇതിനകത്ത് 16 മാർക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 7ാം ഘട്ടമാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിലയിരുത്തലും. മാർക്ക് 7 ആണ് ഇതിനകത്ത് വരുന്നത്. വിലയിരുത്തൽ എന്ത്, എന്തിനെ, എങ്ങനെ, കുട്ടികളുടെ പ്രകൃതിയിൽ ഇണങ്ങിയ വിലയിരുത്തൽ രീതികൾ, നിരന്തര വിലയിരുത്തലിൻ്റെ പ്രാധാന്യം, പ്രയോജനങ്ങൾ, വിലയിരുത്തൽ രേഖപ്പെടുത്തൽ, വിലയിരുത്തൽ ഫലങ്ങൾ, രക്ഷിതാക്കളുടെ പങ്കുവയ്ക്കൽ, ടീച്ചറുടെ ദൈനംദിന ആസൂത്രണവും വിലയിരുത്തലും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അധ്യായം 7 വരുന്നത്. ഇതിനകത്ത് 7 മാർക്കാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി അധ്യായം 8 ആണ്. അധ്യാപക യോഗ്യത, സേവനകാല പരിശീലനം, സേവന പൂർവ്വ പരിശീലനം, പ്രീ സ്കൂൾ NCT മാർഗനിർദ്ദേശങ്ങൾ, ക്ലാസ് റൂം സുരക്ഷ, പ്രവർത്തന ഇടങ്ങൾ, പ്രീ സ്കൂൾ സ്ഥാപനങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ, സുരക്ഷയും സുരക്ഷിതത്വവും, നിർവഹണവും മാനേജ്മെൻറ്റും. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. അധ്യായം 8 വരുന്ന 7 മാർക്കാണ് ഇതിന് വേണ്ടത്. ഇനി അധ്യായം 9 ആണ്. പോഷണവും പോഷകാഹാരവും. മാർക്ക് 6 ആണ്. പോഷണത്തിൻ്റെ ആവശ്യകത, പോഷകഘടകങ്ങൾ, അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, സമൃദ്ധ ആഹാരം, പ്രാദേശികവും ചെലവ് കുറഞ്ഞതുമായ സമൃദ്ധ ആഹാരം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, കുട്ടികളിലെ പൊണ്ണത്തടി, പ്രമേഹം. ഇത്രയും കാര്യമാണ് അധ്യായം 9 വരുന്നത്. 6 മാർക്കാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി അധ്യായം 10 ആണ്.
പ്രീ സ്കൂൾ സമൂഹവും മാർക്ക് 10. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ രക്ഷിതാക്കളുടെ പങ്ക് തദ്ദേശീയമായ സ്ഥാപനങ്ങൾ, പ്രീ സ്കൂൾ PTA, രക്ഷിതാക്കളുടെ ശാക്തീകരണ പരിപാടികൾ, പ്രീ സ്കൂൾ ശക്തിപ്പെടുത്താൻ സമൂഹത്തിൻ്റെ പങ്ക്, ക്ലസ്റ്റർ അധിഷ്ഠിത പ്രീ സ്കൂൾ, സന്നദ്ധ സംഘടന പ്രീ സ്കൂൾ രംഗത്തെ വിവിധ ഏജൻസികളും ഏകോപനത്തിൻ്റെ ആവശ്യകത. ഇത്രയുമാണ് ഇവിടെ വരുന്നത്. അധ്യായം 10 വരുന്നത് 10 മാർക്കാണ് ഈ ഒരു പ്രീ സ്കൂളും സമൂഹവും മാർക്കിലും തമ്മിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഇനി നിങ്ങളോട് നോക്കിക്കേ, ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദർശന അടിത്തറ 10 മാർക്കാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ വിവിധ ഏജൻസികൾ 10 മാർക്കാണ്. കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും 10 മാർക്കാണ്. അതുപോലെ ശിശു വികസനവും മനഃശാസ്ത്രവും 12 മാർക്കാണ്. അതുപോലെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങൾ 12 മാർക്കാണ്. ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും 16 മാർക്കാണ്. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ വിലയിരുത്തൽ 7 മാർക്കാണ്. ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 7 മാർക്കാണ്. പോഷാഹാരം 6 മാർക്കാണ്. പ്രീ സ്കൂളും സമൂഹവും 10 മാർക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളുമാണ്. അധ്യായം 6 ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഏതാണ്? അധ്യായം 6 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. 16 മാർക്ക് എവിടെയാണ്? ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതൊക്കെയാണ് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളും അതുപോലെ തന്നെ ശിശു വികസനവും മനഃശാസ്ത്രവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് സെക്കൻഡ് പാർട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അത് ശിശു വികസനവും മനഃശാസ്ത്രവും അതുപോലെ തന്നെ പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളും തുല്യ പ്രാധാന്യമാണുള്ളത്. കാരണം രണ്ടിനും 12 മാർക്ക് വെച്ചുണ്ട്. അതിൽ ഈ ഒരു ടോപ്പിക്ക് ശിശു വികസനവും മനഃശാസ്ത്രവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് എന്താണ്? നമ്മുടെ DELD അതായത് LPSയുടെ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഒരു LP സ്കൂൾ സിലബസ് നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഇത് അത്യാവശ്യം എളുപ്പമായിരിക്കും. കാരണം ഒരുപാട് റിലേറ്റ് ചെയ്ത ടോപ്പിക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ശിശു വികസനം മനഃശാസ്ത്രം എന്ന ടോപ്പിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രീ സ്കൂളും പുതിയ സമീപനങ്ങൾ എന്നത് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രീ സ്കൂൾ പുതിയ സമീപനങ്ങളിൽ വരുന്നത്. പിന്നെ ബാക്കി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റ് 2 ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദർശനിക അടിത്തറയും 10 മാർക്ക്, പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ഏജൻസികൾ 10 മാർക്കാണ്, കുട്ടികളുടെ ആരോഗ്യവും രോഗപ്രതിരോധവും. ഈ 3 ടോപ്പിക്കിനും എന്ത് തന്നെയാണ്? 10 മാർക്ക് തന്നെയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ 3rd ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ 3 ടോപ്പിക്കിനാണ്. ഇനി 4th ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം വിലയിരുത്തലും ശിശു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘാടനവുമാണ്. പിന്നെ പോഷകാഹാരം അതിനും 6 മാർക്കാണുള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? ഈ ഒരു പോഷാഹാരം എന്നുള്ളതിനാണ്. കാരണം അതിന് മാർക്ക് 6 മാത്രമേ ഉള്ളൂ. അതുപോലെ പ്രീ സ്കൂളും സമൂഹവും എന്ന ടോപ്പിക്കും 10 മാർക്കുണ്ട്. അതിനും മറ്റേതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ സിലബസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ആർക്കെങ്കിലും മാരത്തോൺ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.